ഹബക്കൂക്ക് പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായത്തിൽ തന്റെ പ്രാർത്ഥന, യഹോവേ ആണ്ടുകൾ കഴിയും മുമ്പേ നിന്റെ പ്രവൃത്തിയെ ജീവിപ്പിക്കണമേ. യഹോവേ ആണ്ടുകൾ കഴിയും മുമ്പേ അതിനെ ജീവിപ്പിക്കണമേ. അതെ, ആണ്ടുകളും കാലങ്ങളും മാസങ്ങളും ഒക്കെ നമ്മുടെ മുൻപിൽ കടന്നു പോകുമ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഉയർന്നു വരുന്ന പ്രാർത്ഥനയാണിത്. നമ്മോട് പറഞ്ഞിരിക്കുന്ന വാഗ്ദത്തങ്ങൾ അതിന്റെ നിവർത്തീകരണത്തിലേക്ക് എത്തിക്കണമേ എന്നുള്ള പ്രാർത്ഥനകൾ. അതെ, ഈ വചനത്തിലൂടെ കർത്താവ് നമ്മോട് പറയുകയാണ്, അബ്രഹാമിയ ജീവിതത്തിൽ തങ്ങളോട് പറഞ്ഞിരിക്കുന്ന വാഗ്ദത്തങ്ങൾ കാലങ്ങൾ മുൻപോട്ട് പോയാലും കർത്താവ് അത് തക്ക സമയത്ത് നിവർത്തീകരിച്ചു കൊടുത്തതുപോലെ നമ്മുടെയും ജീവിതത്തിൽ കാലങ്ങൾ വർഷങ്ങളൊക്കെ മുൻപോട്ട് പോയാലും ദൈവം പറയുന്ന വാഗ്ദത്തങ്ങൾക്ക് മാറ്റമില്ലാതെ, അതേ, വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനായി നമുക്ക് വേണ്ടി പ്രവർത്തിക്കുക തന്നെ ചെയ്യും. കർത്താവായ യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനായി നമ്മോട് കൂടെയുണ്ട്. നമ്മോട് പറഞ്ഞിരിക്കുന്ന വാഗ്ദത്തങ്ങൾ കൃത്യസമയത്ത് ദൈവം നമുക്ക് വേണ്ടി നിവർത്തീകരിപ്പാൻ ഇടയായി തീരും. അങ്ങനെയെങ്കിൽ ഭക്തനായിരിക്കുന്ന ഹബക്കൂക്കിനോട് ചേർന്ന് നമുക്കും പ്രാർത്ഥിക്കാം, കർത്താവെ നിന്റെ പ്രവൃത്തിയെ ജീവിപ്പിക്കണമേ, കർത്താവെ അതിനെ വെളിപ്പെടുത്തണമേ എന്ന്. ആ വാഗ്ദത്തങ്ങളിലേക്ക് അടുത്ത ദിവസങ്ങളിൽ കയറുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വാക്കുകളാൽ, വചനങ്ങളാൽ കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.